ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം നഗരസഭയിലെ പാലാട്ട് റോഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി വിജയിച്ച സഞ്ജുമോന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ 7ാം വാർഡായ പാലാട്ട് റോഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി വിജയിച്ച സഞ്ജുമോന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നു. മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധമായും വിശ്വസ്തയോടുകൂടി എൻ്റെ പരമാവധി അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്നുവെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വർഷങ്ങളായി BJPയുടെ കൈവശമുള്ള പാലാട്ട് റോഡ് വാർഡിൽ ഇത്തവണ കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് BJP സ്ഥാനാർത്ഥിയായ സഞ്ജുമോന്റെ വിജയം. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത 607 വോട്ടുകളിൽ 361 വോട്ടുകളും നേടി എതിർ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകളേക്കാൾ ഭൂരിപക്ഷം നേടിയാണ് സഞ്ജുമോന്റെ ഉപതെരഞ്ഞെടുപ്പ് വിജയം. നിലവിൽ ഒറ്റപ്പാലം നഗരസഭയിൽ LDFന് 16 അംഗങ്ങളും UDF സ്വതന്ത്ര മുന്നണി സഖ്യത്തിന് 11 അംഗങ്ങളും BJPക്ക് 9 അംഗങ്ങളുമാണ് ഉള്ളത്. ഒറ്റപ്പാലം നഗരസഭയിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. സംരംഭക വർഷം 2.0 എന്റെ സംരംഭം നാടിന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭയിൽ സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗവൺമെന്റ് എല്ലാവർക്കും എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം, നമുക്ക് വേണ്ടത് നാം ഉത്പാദിപ്പിക്കുക, അങ്ങനെ എല്ലാ കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് സാധ്യമാക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വ്യവസായ വകുപ്പ് മുഖാന്തരവും ഒത്തുചേർന്നുകൊണ്ട് ഗവൺമെൻറ്, ബാങ്ക്, അതേപോലെ തന്നെ നമ്മുടെ വ്യവസായ ഡിപ്പാർട്ട്മെൻറ്റ്, വ്യവസായ വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരു സംരംഭകരാവാൻ തയ്യാറുള്ള ആളുകൾക്ക് നമുക്കൊരു തൊഴിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തൊഴിൽ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വ്യവസായ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടുക. അവിടെ നിന്ന് നമുക്ക് ആശയങ്ങൾ പറയുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ സാധ്യത, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, അവിടെ എത്തുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. നമുക്ക് അതിന് ആദ്യം വേണ്ടത് അതിൻ്റെ അറിവ് വേണം, പരിശീലനം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തണം, അതിന് നമുക്ക് ലോണ് വേണം. ആ ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരിക. പിന്നെ നമ്മൾക്ക് അതിനുള്ള താല്പര്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആ താല്പര്യം നമുക്കുണ്ട്. പക്ഷെ താല്പര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം കൂടി ഒത്തുചേരണം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുനീറ മുജീബ്, ലത, അബ്ദുൽ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സബ്സിഡികൾ, സംരംഭക വായ്പാ പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ക്ലാസുകളും സെമിനാറിലുണ്ടായിരുന്നു. വ്യവസായ വകുപ്പിന്റെ വിവിധ പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ പട്ടാമ്പി ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സുഹൈൽ, ഭക്ഷ്യ സംരക്ഷണ മേഖലയിലെ സർക്കാർ പദ്ധതികൾ എന്ന വിഷയത്തിൽ ജില്ലാ റിസോഴ്സ് പേഴ്സൺ B ശശീന്ദ്രൻ, ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന വിഷയത്തിൽ നിയർ ടു മീ ആപ്പ് ഫൗണ്ടർ അരുൺ നാരായണൻകുട്ടി തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. DYFI ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സർവകലാശാലകളെ ഗവർണറുടെ നേതൃത്വത്തിൽ കാവ്യവൽക്കരിക്കുന്നുവെന്നാരോപിച്ച് DYFI ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഗവർണർക്കെതിരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി DYFI ഒറ്റപ്പാലം മേഖലാ സെക്രട്ടറി VP വിപിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷറർ G വിഷ്ണു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മേഖലാ കമ്മിറ്റി അംഗം സായി സന്ധ്യ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം ശരത് നന്ദി അറിയിച്ചു. സനത്, സുഹൈൽ, രഘു, ജിഷ്ണു, നഗരസഭാ കൗൺസിലർ TK രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരിടവേള.
കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. മാലിന്യ സംസ്കരണത്തിൽ വിവിധയിടങ്ങളിൽ നിന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും കൂട്ടായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര. നമ്മുടെ നാട്ടിൽ ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. അപ്പം അത് നേരിടുന്നതിന് യുവജനങ്ങൾ തന്നെ മുൻപോട്ട് വരണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. നല്ല ശീലങ്ങൾ എപ്പോഴും വീടുകളിൽ നിന്നാണല്ലോ തുടങ്ങേണ്ടത്. വീടുകളിൽ മാലിന്യങ്ങൾ കൃത്യമായിട്ട് തരംതിരിക്കുക, ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വീടുകളിൽ ഒരുക്കുക. അതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പൊതുസ്ഥലങ്ങൾ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് വലിയ ഒരു മുൻകൈ എടുക്കാൻ സാധിക്കും. അതിനുള്ള ഒരു തുടക്കമാകട്ടെ ഈ ഒരു ക്യാമ്പയിൻ. ഷൊർണൂർ നഗരസഭയിൽ പട്ടികജാതി വിഭാഗത്തിന് ഉപയോഗിക്കേണ്ട ഫണ്ട് വകമാറ്റി ചിലവാക്കിയെന്ന് പ്രതിപക്ഷ ആരോപണം. ഷൊർണൂർ നഗരസഭയുടെ 2019-20, 2020-21 സാമ്പത്തിക വർഷങ്ങളിലെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ചേർന്ന കൗൺസിൽ യോഗമാണ് പ്രതിപക്ഷ ബഹളത്തിൽ കലാശിച്ചത്. SC ഫണ്ട് വിനിയോഗവും പല വിഭാഗങ്ങളിലെയും നികുതി പിരിക്കുന്നതിനെ ചൊല്ലിയും അംഗൻവാടി പോഷകാഹാരത്തിന്റെ ലാബ് റിപ്പോർട്ട് ഹാജരാക്കിയില്ലെന്നും അംഗീകൃതമല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് വികലാംഗ ഉപകരണങ്ങൾ വാങ്ങിയെന്നും ആരോപിച്ചാണ് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ തർക്കത്തിലേക്ക് വഴിവെച്ചത്. കരാറുകാരിൽ നിന്ന് തൊഴിൽ നികുതി പിരിച്ചില്ലെന്നും ആധാരമെഴുത്തുകാർ, സ്റ്റാമ്പ് വെണ്ടർമാർ എന്നിവയിൽ നിന്ന് തൊഴിൽ നികുതി വാങ്ങിയില്ല. റേഷൻ കടകൾ, അഭിഭാഷകർ എന്നിവിടങ്ങളിൽ നിന്നും തൊഴിൽ നികുതിയിൽ വീഴ്ച വരുത്തിയെന്നും വിനോദ നികുതി GST ഒടുക്കുന്ന എണ്ണത്തിന് ആനുപാതികമെന്ന് ഉറപ്പുവരുത്തിയില്ലെന്നും വിനോദ നികുതി രജിസ്റ്ററിൽ കൃത്യമല്ലെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളിൽ വ്യക്തമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകുമെന്ന് കൗൺസിലർമാരായ K കൃഷ്ണകുമാർ, TK ബഷീർ, പ്രവീൺ, T സീന, C സന്ധ്യ, ശ്രീകല, രാജൻ എന്നിവർ അറിയിച്ചു. ചിൽഡ്രൻസ് പാർക്കിംഗ്, ഫെൻസിംഗ്, SC ഫണ്ട് വകമാറ്റി നൽകിയതും സ്റ്റേഡിയം നിർമ്മാണത്തിന് ഏജൻസിയെ തെരഞ്ഞെടുത്തതിലെ കൃത്യവിലോപവും തുടങ്ങി അനാസ്ഥയുടെയും ധാർഷ്ട്യത്തിന്റെയും സാമ്പത്തിക ധൂർത്തിന്റെയും പര്യായമായി ഷൊർണൂർ നഗരസഭാ ഭരണം മാറിയെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ഷൊർണൂർ വിജയൻ പറഞ്ഞു. ഷൊർണൂർ നഗരസഭയുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വളരെയധികം ക്രമക്കേടുകൾ നിറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പട്ടികജാതി വിഭാഗത്തിന് ഉപകരിക്കേണ്ട ഫണ്ടുകൾ പോലും ജനറൽ വിഭാഗത്തിലേക്ക് വകമാറ്റി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ പട്ടികജാതി വിഭാഗത്തോട് ചെയ്ത ക്രൂരതയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. മാത്രമല്ല, ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ സഹായത്തിന് വേണ്ടി പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹെൽപ്പ് സെൻറ്റർ പോലും ഇതുവരെ കസേരയൊക്കെ 10,000 രൂപയ്ക്ക് വാങ്ങിയിട്ടിട്ട് പ്രവർത്തനം ആരംഭിച്ചില്ല എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ നഗരസഭ ശമ്പളം കൊടുക്കാൻ പോലും പൈസയില്ല. നികുതി പിരിക്കാൻ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തൊഴിൽ നികുതി അടക്കം പിരിക്കുന്ന കാര്യത്തിൽ വലിയ അലംഭാവം. നിരവധി പിരിച്ചെടുക്കേണ്ട വൻ തുകകൾ പോലും പിരിച്ചെടുക്കാതെ അത് മുഴുവൻ നഷ്ടപ്പെടുത്തുകയാണ് നഗരസഭ. നിർമ്മാണ പ്രവർത്തനങ്ങൾ, റോഡ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ തിരിമറികളും ആകെ ഉദ്യോഗസ്ഥർ ചെയ്ത കെടുകാര്യസ്ഥകൾ. അത് ഭരണസമിതി അറിയാതെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. മൊത്തത്തിൽ ഇത് ജനവിരുദ്ധമായിട്ടുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ കാലങ്ങളിലും. ഇനി ഇന്നും അങ്ങനെയാണോ എന്നുള്ള അടുത്ത ഓഡിറ്റ് വരുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ രഹസ്യമായി ഉദ്യോഗസ്ഥരും ഭരണ നേതാക്കളും കൂടി കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ ഷൊർണൂരിൻ്റെ വികസനത്തിന് തന്നെ മുരടിപ്പ് ഉണ്ടാക്കുന്നതാണെന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ, ഈ 2 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കേരളയുടെയും ജില്ലാ ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥലങ്ങളിലെ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർമാർ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺമാർ എന്നിവർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഖരദ്രവ്യ മാലിന്യ സംസ്കരണം, സ്വച്ഛ് ഭാരത് മിഷൻ, ഗ്രാമീൺ, മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ എന്നീ വിഷയങ്ങളിലായിരുന്നു ശില്പശാല. പറളി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാലയിൽ സംസ്ഥാന ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ മെൽവിൻ, KSW MP സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എക്സ്പേർട്ട് അനിൽകുമാർ,
ശുചിത്വ മിഷൻ കൺസൾട്ടന്റും കില പ്രോഗ്രാം കോർഡിനേറ്ററുമായ ശിവജിത്ത് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പരിപാടിയിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ചർച്ചകളും നടന്നു. ശില്പശാലയിൽ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സെയ്തലവി, ജില്ലാ ശുചിത്വ മിഷൻ മുൻ കോർഡിനേറ്റർ ടി ജി അബ്ജിത്ത്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഹമീദ ജൽസ, കില ജില്ലാ ഫെസിലിറ്റേറ്റർ ഗോപാലകൃഷ്ണൻ, ക്ലീൻ കേരള ജില്ലാ മാനേജർ ആദർശ് നായർ, ജില്ലാ ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ, ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആധാരമെഴുത്തുകാർക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യം ഒരുക്കണമെന്ന യൂണിറ്റ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷന്റെ ഒറ്റപ്പാലം യൂണിറ്റ് സമ്മേളനം നടന്നു. ഒറ്റപ്പാലം ഭവന നിർമ്മാണ സഹകരണ സംഘം ഹാളിൽ വെച്ച് നടന്ന പരിപാടി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പൊ മാറുന്ന കാലത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവുക എന്നത്, സ്വയം പുതുക്കിപ്പണിയുക എന്നത് നമ്മിൽ അർപ്പിതമായിട്ടുള്ള ചുമതലയും കർത്തവ്യവുമായി കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. സ്വാഭാവികമായും ഏത് ഗവൺമെന്റിനും നയപരമായി ലോകത്താകെ നടക്കുന്ന മാറ്റങ്ങളുടെ, രാജ്യത്താകെ നടക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായുള്ള മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റത്തിന് അതിന് ചേർന്ന് നിൽക്കുകയും മുൻകൈയെടുക്കുകയും ചെയ്യുക എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ, ജനാധിപത്യ സമൂഹത്തിൽ അനിവാര്യമായ ഒന്നായി മാറുകയാണ്. നമ്മളെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ എല്ലാം രീതികൾ, ചെയ്തികൾ, നാം ഇടപെടുന്ന സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ, അതിലെല്ലാം മാറ്റമുണ്ട്. ആ മാറ്റത്തോടൊപ്പം തന്നെ ഈ മേഖല പൊതുവിൽ അഭിമുഖീകരിക്കുന്ന നിലനിൽപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നത്തെ തീർച്ചയായിട്ടും ആ പ്രശ്നത്തിൽ സംഘടന മുന്നോട്ട് വെക്കുന്ന ആവശ്യത്തോടൊപ്പം തന്നെയാണ്. ആധാരമെഴുത്ത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സംരക്ഷണം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യമുണ്ടാകും. നമ്മുടെ നാട്ടിൽ ആളുകൾ നിലവിലുള്ള വസ്തുവകളെല്ലാം നിശ്ചയമായും അത് കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ നിലവിലെ സാമൂഹ്യ സാഹചര്യത്തിൽ അവർ കാണുകയും സമീപിക്കുകയും ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലെ വിശ്വാസ്യതയുള്ള ആധാരമെഴുത്തുകാരെ തന്നെയാണ്. യൂണിറ്റ് സെക്രട്ടറി സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഫാത്തിമ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ, ജനതാദൾ ജില്ലാ കമ്മിറ്റി അംഗം സന്തോഷ് ചന്ദ്രൻ, CPI മണ്ഡലം സെക്രട്ടറി MS പൗലോസ്, കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് ജേക്കബ്, കേരള കോൺഗ്രസ് M ജില്ലാ കമ്മിറ്റി അംഗം B ജയരാജ്, ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ ഷെയ്ഖ് മൊയ്തീൻ, വനിതാ കമ്മിറ്റി അംഗങ്ങളായ സവിത, ജ്യോതി, സംസ്ഥാന ഉപദേശക സമിതി അംഗം രാമചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. തേങ്കുറിശ്ശിയിൽ പ്ലാസ്റ്റിക് സൂക്ഷിക്കുന്നതിന് മുളങ്കൂടുകൾ ഒരുക്കി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി വീടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം സൂക്ഷിച്ചു വയ്ക്കുന്നതിന് മുളക്കൂടുകൾ വിതരണം ചെയ്ത് തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്ത്. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ 1700 വീടുകളിലേക്കാണ് മുളക്കൂടുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്തിന്റെയും ബാംബു കോർപ്പറേഷന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്.
2024 ഏപ്രിൽ മുതൽ പഞ്ചായത്തിലെ ശേഷിക്കുന്ന വീടുകളിലേക്ക് അടുത്ത ഘട്ടത്തിൽ കൂടകൾ വിതരണം ചെയ്യാനാണ് പഞ്ചായത്ത് ലക്ഷ്യമാക്കുന്നത്. ഇതുമൂലം പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത്. മാലിന്യ സംസ്കരണം ലക്ഷ്യമാക്കി ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ മാലിന്യ ശേഖരണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ 40 അംഗ ഹരിതകർമ്മസേനാംഗങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ മാസവും 15-ാം തീയതിക്കകം എല്ലാ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിച്ച് മിനി MCFൽ ശേഖരിച്ച് പിന്നീട് MCFൽ എത്തിച്ച് മാലിന്യം തരംതിരിച്ച് ഗ്രീൻ കേരള കമ്പനിക്ക് നൽകി വരുന്നുണ്ട്. മങ്കര ഗ്രാമപഞ്ചായത്തിൽ വാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനമായി. മങ്കര ഗ്രാമപഞ്ചായത്ത് 2ാം വാർഷിക വാരാഘോഷത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം നടന്ന പരിപാടികളുടെ സമാപനം വെള്ളറോഡ് പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന നൃത്തസന്ധ്യയോടുകൂടി അവസാനിച്ചു. സമാപന യോഗം MLA അഡ്വക്കേറ്റ് ശാന്തകുമാരി നിർവഹിച്ചു. വളരെ വ്യത്യസ്തവും വേറിട്ടതുമായ നേതൃത്വമാണ്, ഇടപെടലാണ് മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഇപ്പോൾ നിർവഹിച്ചത് എന്ന് പറയാൻ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രദേശത്തിലെ ജനങ്ങളെ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ പൊതുജനങ്ങളെ കൂടെ കൂടുതൽ അടുപ്പിക്കുക, ആ ലക്ഷ്യത്തോടു കൂടിയാണ് വൈവിധ്യമാർന്ന ഇടപെടലുകൾ ഭരണസമിതിക്ക് ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത്. തദ്ദേശീയരായിട്ടുള്ള നിവാസികളുടെ എല്ലാ മേഖലകളിലും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന പരിമിതികളില്ലാത്ത ഭരണ സംവിധാനം ലോകത്തിന് മാതൃകയാണ് ഈ കൊച്ചു കേരളത്തിൽ. ആ മാതൃക ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് നിലനിർത്താനാവും അല്ലെങ്കിൽ വ്യത്യസ്തരാക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ പ്രവർത്തനം വളരെ അഭിനന്ദനാർഹമായ രീതിയിലാണ് മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു. ഓരോ പരിപാടിയും കഴിയുമ്പോഴും ഒന്നിനൊന്ന് മെച്ചമായി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എപ്പോഴും പറയുന്നത് പോലെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറയുമ്പോൾ ആ ഫയലുകൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നാം ആദ്യ ദിനത്തിൽ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കപ്പെട്ടു. ഒട്ടനവധി ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം പരാതി പരിഹാരവുമായി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ 8ഓളം പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ഈ ഭരണസമിതിക്ക് ഒരു പരിധിവരെ കഴിഞ്ഞു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. 8 എണ്ണം മാത്രമാണ് ഈ 3 മാസക്കാലത്തിനിടയ്ക്ക് വന്നത്. അല്ലാതെ 2 വർഷത്തിനിടയ്ക്ക് 8 എണ്ണം വന്നതല്ല. പരാതി ഇല്ല, അടുത്ത വീട്ടിലെ കൊമ്പ് ഇഷ്ടംപോലെ പുറത്തേക്ക് ഓടിക്ക് വരുന്നു. എന്തായാലും അടുത്ത ദിവസം ജലജീവൻ മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആക്ഷൻ പ്ലാൻ നമ്മൾ പ്രകാശനം ചെയ്തു. തീർച്ചയായിട്ടും ഈ പഞ്ചായത്തിലെ 9 വാർഡുകളിലേക്ക് കൂടി ജലജീവൻ മിഷൻ എത്തുമ്പോൾ എല്ലാ വീടുകളിലും വെള്ളം എത്തും. ബഹുമാനായ MP പങ്കെടുത്ത യോഗത്തിലും ഞാൻ പറയുകയുണ്ടായി, MLAയോട് ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത് 30 കോടി രൂപ ആണ് ഇതിന്റെ പ്രോജക്റ്റായി വാട്ടർ അതോറിറ്റി തന്നിരിക്കുന്നത്. പക്ഷെ ഓരോന്നും അനുഭവത്തിനാണോ അതറിയാം. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ടാങ്കില്ല. മണ്ണൂരിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള പമ്പിംഗ് ആണ് മങ്കരയിലേക്ക് അവർ വെച്ചിരിക്കുന്നത്. ഇവിടെ 8 സെന്റ് സ്ഥലം ITLക്കാർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം ഇപ്പൊ കോട്ടയിൽ നിന്ന് വെള്ളം അടിക്കുമ്പോൾ പൈപ്പ് പൊട്ടുകയാണ്. അപ്പൊ ഈ ഭരണസമിതിയുടെ കാലത്താണെങ്കിലും അടുത്ത് വരുന്നവർക്കാണെങ്കിലും നമ്മുടെ പിന്നീടില് ചെയ്യാൻ കഴിയുന്നത് 15% ഗ്രാമപഞ്ചായത്ത് തരുന്നുള്ളൂ. അതുകൊണ്ട് ബാക്കി നിങ്ങളൊക്കെ തരുന്നുണ്ട്. ആ ടാങ്ക് കൂടി അനുവദിക്കണമെന്ന് ഒരു ശ്രമം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വൈസ് പ്രസിഡന്റ് CM വസന്തകുമാരി, KV രാമചന്ദ്രൻ, മല്ലിക A സുരേഷ് EP, മെമ്പർമാർ, സെക്രട്ടറി കൊച്ചുനാരായണി എന്നിവർ പ്രസംഗിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, തിരുവാതിരക്കളി, ലളിതഗാനം എന്നിവയും ഉണ്ടായിരുന്നു.
സമ്മാന വിതരണവും ഉണ്ടായി. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇന്ന് കുചേല ദിനമായി ആചരിച്ചു വരുന്നു. കുചേലന് സദ്ഗതി കിട്ടിയ ദിവസമാണ് കുചേല ദിനം. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത്. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കുചേല ദിനം അവിൽ നിവേദ്യ സമർപ്പണ ചടങ്ങുകളോടെ ആചരിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലും തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലും ഇത് വളരെ പ്രസിദ്ധമാണ്. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസ കാലം ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹപാഠിയും ആത്മസുഹൃത്തുമായിരുന്നു സുദാമാവ്. പഠനാനന്തരം അവർ രണ്ടു വഴിക്കായി. സുദാമാവ് എന്ന സാധു ബ്രാഹ്മണൻ ഗൃഹസ്ഥാശ്രമിയുമായി വേദമോദി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് സുദാമാവും കുടുംബവും ഉപജീവനം നടത്തിയിരുന്നത്. കീറിയ ചേല ഉടുത്തിരുന്നതിനാലാണ് സുദാമാവിന് കുചേലൻ എന്ന പേര് വന്നത്. ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ സുദാമാവിന്റെ ധർമ്മപത്നി ആത്മസുഹൃത്തായ ദൗരകാധിപൻ ശ്രീകൃഷ്ണനെ നേരിൽ കണ്ട് സങ്കടമുണർത്തിക്കാൻ ഭർത്താവിനോട് പറഞ്ഞു. അങ്ങനെയാണ് ചിരകാല സുഹൃത്തും സഹപാഠിയുമായ ഭഗവാനെ കാണാനൊരുങ്ങിയത്. പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകേണ്ടതെന്നോർത്ത് വേവലാതിപ്പെട്ടു. അദ്ദേഹത്തിന്റെ പത്നിയാണ് ഭിക്ഷയ്ക്കിറങ്ങിയത്. കിട്ടിയതാവട്ടെ കുറച്ചു നെല്ലും. അത് ഉരലിൽ ഇടിച്ചുണ്ടാക്കി അവിൽ കിഴിയിലാക്കി കൊടുത്തയക്കുകയായിരുന്നു. അവിൽ കിഴിയും ഓലക്കൊടിയുമായി സുദാമാവെന്ന കുചേലൻ ഭഗവാനെ മനസ്സിൽ നനച്ച് നടന്നു. വളരെ ക്ഷീണിച്ചാണ് അദ്ദേഹം ദ്വാരകയിലെത്തിയത്. ദൂരെ നിന്ന് ആത്മസതീർത്ഥ്യന്റെ വരവ് പത്നി രുക്മിണിയോടൊപ്പം മട്ടുപ്പാവിലെ ആട്ടുകെട്ടിലിരുന്ന് ശ്രീകൃഷ്ണൻ കണ്ടു. അത്യുത്സാഹത്തോടെ ഭഗവാൻ പ്രിയപത്നി രുക്മിണി ദേവിയുമായി കൂട്ടുകാരനെ സ്വീകരിച്ചു. നേരിൽ കണ്ട മാത്രയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആത്മസുഹൃത്തിനെ മാറോട് ചേർത്ത് ആശ്ലേഷിച്ചു. തൽക്ഷണം തന്നെ ദാരിദ്ര്യം സുദാമാവിൽ നിന്നും വിട്ടൊഴിഞ്ഞു എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ മാറിൽ മഹാലക്ഷ്മിയാണല്ലോ വസിക്കുന്നത്. സുദാമാവിനെ ഉപചാരങ്ങളോടെ സ്വീകരിച്ച് ആനയിച്ച് സിംഹാസനത്തിലിരുത്തി. കാലങ്ങളായി നാം കൂട്ടിമുട്ടുകയല്ലേ, തനിക്കെന്നും കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ആരാഞ്ഞു. ഭഗവാൻ തന്നെ കുചേലന്റെ കക്ഷത്തിലെ അവിൽപ്പൊതി തപ്പിയെടുത്തു. അവിലേറെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരു പിടി അവിൽ വായിക്കകത്താക്കി. അടുത്ത പിടിയെടുക്കാൻ തുനിഞ്ഞപ്പോൾ രുക്മിണി ദേവി അത് വിലക്കുകയായിരുന്നു. ഒന്നാമത്തെ പിടിയിൽ സുദാമാവിന്റെ ഗ്രാമവും ഗൃഹവും ഐശ്വര്യ സമൃദ്ധമായി എന്നറിഞ്ഞ ലക്ഷ്മി ദേവിയായ രുക്മിണിയാണ് അമിത സമ്പത്തു കാരണം സുദാമാവിന് അഹങ്കാരമുണ്ടാകരുതെന്ന ഉദ്ദേശത്തോടെ രണ്ടാമത് കഴിപ്പിക്കാതിരുന്നത്. സ്വാദിഷ്ടമായതെന്ന് ഭഗവാൻ പറഞ്ഞ അവിലാകട്ടെ ദോരക മുഴുവനും ആ മഹാലക്ഷ്മി വിതരണം ചെയ്തു. ഭഗവാനെ നേരിൽ കണ്ട സന്തോഷാധിക്യത്താൽ വേദനകളെല്ലാം മറന്ന സുദാമാവ് ഒരു ദിവസം ദോരകയിൽ ഭഗവാനുമായി കൂടി താമസിച്ചു. തന്റെ സങ്കടമൊന്നും ഉണർത്തിക്കാതെ തിരിച്ച് യാത്രയായി. ഗ്രാമത്തിലെത്തിയപ്പോഴാണ് സുദാമാവ് ഭഗവാൻ തനിക്കേകിയ അനുഗ്രഹം തിരിച്ചറിഞ്ഞത്. ഈശ്വരൻ നൽകിയ ദാരിദ്ര്യത്തെ പോലും പ്രസാദമായി സ്വീകരിച്ച സന്തോഷത്തോടെയും ഭക്തിയോടെയും ആചാരാനുഷ്ഠാനങ്ങളോടെയും ജീവിക്കുന്നുവോ അവനാണ് യഥാർത്ഥ ഭക്തനെന്ന പാഠം നമ്മെ കുചേലൻ എന്ന സുദാമാവും ഭഗവാനും ഓർമ്മിപ്പിക്കുന്നു. കുചേല ദിനത്തിലെ അവിൽ സമർപ്പണം ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് മോചനം നൽകുമെന്നാണ് ഭക്തവിശ്വാസം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.